ഹലോ, വെൽക്കം ബാക്ക് ടു ഫാഷൻ ബി വൈ പെയിൻലി. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് മഹാശിവരാത്രിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വ്രതവും കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട്, കുറച്ചെല്ലാം വ്രതവും എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് വീക്ക് എനിക്ക് എക്സാമാണ്. നെക്സ്റ്റ് വീക്ക് എക്സാം എന്ന് പറയുമ്പോൾ ശരിക്കും ഇന്ന് ഫ്രൈഡേ, മൺഡേ ആണ് എക്സാം. അപ്പം അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷനും പിന്നെ ചുമ്മാ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാതെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാനും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റ് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എന്തായാലും നിങ്ങൾ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാനൊരു ഗിവ് അവേ നടത്തുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി 2 വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. ഷോർട്സ് വീഡിയോസാണ്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ പോയി കാണുക. ഞാൻ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം, കമൻറ്റിലും പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പം അത് നിങ്ങൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. വെറുതെ നമ്മൾ ഒരു ചാൻസ് മിസ്സാക്കണ്ട. കാരണം 500 രൂപ വരുന്ന ഗിഫ്റ്റ് ഹാമ്പേഴ്സാണ് ഞാനത് 1 അല്ല 3 വിന്നേഴ്സിന് വേണ്ടി കൊടുക്കുന്നത്. ഓൾ ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി വീഡിയോസ് ഷോർട്സ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ കാണാത്തവരാണെങ്കിൽ പോയി കാണുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പം ഇന്ന് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് പോകും. അപ്പം ഫുഡ് വ്രതം എടുക്കുന്നത് കൊണ്ട് തന്നെ കുളിച്ചിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പം ഞാൻ കുളിക്കാൻ പോവാം. അപ്പോൾ ഗൈസ്, ഞാൻ കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് പഠിക്കാൻ പോകണം, ഒരു ചായ കുടിക്കണം. കാരണം പഠിക്കാനിരിക്കുമ്പോഴത്തേക്ക് ഞാൻ അല്ലാതെ ചായ ഒന്നും കുടിക്കുന്ന ആളല്ല. പക്ഷെ പഠിക്കാനിരിക്കുമ്പോൾ എനിക്കൊരു കട്ടൻ ചായ കിട്ടിയില്ലെങ്കിൽ ഒരു സമാധാനമില്ല, നല്ല കുറച്ച് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി പ്രാർത്ഥിച്ചിട്ട് കുറച്ച് ഞാനൊരു ഷെയ്ക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഷെയ്ക്ക് കുടിച്ച് ഒരു ചായ പിന്നെ ഇടയ്ക്ക് കുടിക്കാനൊരു ഷെയ്ക്കും കുടിച്ചിട്ട് ഞാൻ നേരെ പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. രാവിലെ ഞാൻ എണീറ്റ് വന്നപ്പോൾ ഒത്തിരി ലേറ്റായി, കാരണം ഇപ്പം സമയം 8 മണി കഴിഞ്ഞു. ഞാൻ എണീറ്റത് 7 മണിക്കാണ്. കാരണം ഇന്നലെ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും ഒത്തിരി നൈറ്റായി. അപ്പോൾ ഞാൻ വെച്ച് കുറച്ച് ഉറക്കം വേണം, കാരണം നെക്സ്റ്റ് വീക്കൊക്കെ നല്ലപോലെ ഉറക്കളയ്ക്കാനുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് ഉറക്കം വേണമെന്ന് വിചാരിച്ചു. അപ്പം അതുകൊണ്ട് ഞാൻ അമ്പലത്തിൽ ഈവനിങ് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ പ്രാർത്ഥിച്ചിട്ട് പഠിക്കാൻ കയറാമെന്ന് വിചാരിച്ചു. കാരണം എക്സാംസ് ആണ്. നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാലും 2-3 ദിവസമേ ഉള്ളൂ. തിങ്കളാഴ്ചയാണ് എക്സാം, ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഓക്കെ, അപ്പം നമുക്ക് നേരെ പ്രാർത്ഥിച്ചിട്ട് പഠിക്കാൻ പോവാം. ഹലോ ഗൈസ്, ഞാൻ രാവിലെ ഒരു ചായ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ആസ് യൂഷ്വൽ പറഞ്ഞ പോലെ ഒരു കട്ടൻ ചായ ഇട്ടുകൊണ്ട് ഞാൻ പുറത്തോട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. വീടിൻ്റെ സൈഡിൽ അമ്മയുടെ വക ഗാർഡനിങ് പരിപാടിയൊക്കെയാണ്. ഈ കട്ടൻ ചായ കുടിക്കുമ്പം എനിക്ക് എന്താണെന്നറിയത്തില്ല, ഭയങ്കര ഒരു റിലാക്സേഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പാൽ ചായ കുടിക്കുമ്പോൾ പലപ്പോഴും പെട്ടെന്ന് ഉറക്കം വരും. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. സാധാരണ ചായ കുടിക്കുന്ന ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എനിക്ക് പാൽ ചായ കുടിക്കുമ്പോൾ നല്ലപോലെ ഉറക്കം വരും. അതുകൊണ്ട് തന്നെ ഞാൻ കട്ടൻ ചായയാണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. സൈഡിലൊരു തോടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഹെയർ കെയറിൽ ചേച്ചിയുടെയൊക്കെ വെച്ചുകൊണ്ടൊരു ഹെയർ കെയർ വീഡിയോ ചെയ്തായിരുന്നു, ഹോട്ട് ഓയിൽ മസാജ്. അതിനകത്ത് ഇവിടെ ഇരുന്നാണ്, ഈ സ്ഥലത്തിരുന്നാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. കിളികളുടെയൊക്കെ സൗണ്ട് കേൾക്കാമല്ലോ അല്ലേ. ഞാൻ ശരിക്കും എക്സാം ആയതുകൊണ്ട് ഇതെടുക്കണോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ എപ്പോഴും ഈ ഇടയ്ക്കൊരു സ്റ്റോപ്പ്, ഇടയ്ക്കൊരു ബ്രേക്ക് വരുന്നത് ഇനിയും പലപ്പോഴും ഒഴിവാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് വിചാരിച്ചു മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചെയ്തേക്കാമെന്ന് ഞാൻ വിചാരിച്ചു.
ശരിക്കും രാവിലെ ഇവിടെ വന്നിരിക്കുന്നത് ഭയങ്കര സുഖം കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എപ്പോഴും ചായക്കായിട്ട് ഇവിടെ നിൽക്കാറുണ്ട്. പാട്ടൊക്കെ കേട്ട് നിൽക്കും. നല്ല കാറ്റും തണലും ഒക്കെയാണ്. കുറേ അമ്മയുടെ വെറൈറ്റി ചെടികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് വരും. കണ്ടോ ഇതൊക്കെ, സോറി ബാക്കാണ് കാണിച്ചത്. ഞാനിതിൻ്റെ ഫ്രണ്ട് വേർഷൻ കാണിച്ചു തരാം. ഇതൊക്കെ അമ്മ ഒറ്റയ്ക്ക് ഇന്ന് സെറ്റ് ചെയ്തെടുത്ത സാമഗ്രികളാണിതെല്ലാം. നല്ല രസം. എൻ്റെ റീൽസിനകത്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഷോർട്സിനകത്ത് ഒക്കെ ഇത് ഞാൻ കുറേയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതോ അവിടെയാണ് ചേച്ചിയുടെ വളകാപ്പിൻ്റെ നടത്തിയത്. വളകാപ്പിൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ പോയി കാണണം കേട്ടോ. അപ്പം ഞാനിനി കഥ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. ഞാനിനി കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാൻ വേണ്ടി പോവാണ്. കുറച്ചല്ല, ഒരു 10-15. ഇപ്പോൾ സമയം ഏകദേശം 7:30 കഴിഞ്ഞെന്ന് തോന്നുന്നു. 8 മണിയാവാറായി. 8:30 ആകുമ്പോൾ ഇരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം 8:30 ഇരുന്ന് പിന്നെ കുറച്ച് നേരം അധികം ഇരിക്കണം. കാരണം നമ്മളെപ്പോഴും ഈ സമയത്താണല്ലോ പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പം എന്തായാലും കുറച്ചധികം നേരം ഇരിക്കണം. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴാണ് കണ്ടത്. പാല് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് പാല് വാങ്ങുന്നത് ഞാൻ കാണിച്ചത്. അപ്പോൾ അതെ, പാല് വന്നിട്ടുണ്ട്. പാല് നമ്മളിങ്ങനെ എടുക്കുകയാണ്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഞാൻ റെഡി ആയിക്കൊണ്ടിരുന്നപ്പോൾ ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ടായിരുന്നു. അപ്പം അത് ഈ പാല് വന്നതാണ്. അപ്പം ഇനി പാല് കൊണ്ട് കൊടുത്തിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ്. ഇപ്പോൾ സമയം ഏകദേശം 1 മണിയായിട്ടുണ്ട്. ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. കുറേ നേരം ഇരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറേ ബ്രേക്കൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ബ്രേക്ക് എടുത്ത പോർഷൻസ് കട്ട് ചെയ്ത് കളയുമായിരുന്നു ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് എണീറ്റ് പോകും, വെള്ളം എടുക്കാനും അതിനൊക്കെ ആയിട്ട് എണീറ്റ് പോകുന്നുണ്ടായിരുന്നു. അപ്പം ഇനി ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, വ്രതം ആയതുകൊണ്ട് തന്നെ ഒരു നേരം അരിയാഹാരം കഴിക്കത്തുള്ളൂ. അപ്പോൾ രാവിലെ ഞാൻ ഇവിടെ അപ്പവും കടലയായിരുന്നു. അതുകൊണ്ട് ഞാൻ കടലക്കറി ഒരു ബൗളിനകത്തെടുത്തിട്ട് കടലക്കറിയാണ് കഴിച്ചത്. പിന്നെ രാവിലെ അമ്മ ഒരു ഷേക്ക് കൊണ്ട് തന്നായിരുന്നു. പൊമഗ്രാനൈറ്റിൻ്റെയും പിന്നെ ബനാന ആയിരുന്നു തോന്നുന്നു. ഞാൻ അമ്മയോട് ചോദിച്ചില്ല. എല്ലാം നട്ട്സൊക്കെ ഇട്ട ഷേക്കായിരുന്നു. അപ്പം പേരയ്ക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഷേക്ക് കുടിച്ചു. പിന്നെ നിറയെ വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഫുഡ് കുറച്ച് കഴിക്കുന്നതായിരിക്കും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിക്കാൻ പാടില്ല, നല്ല കുറച്ച് ഗ്യാപ്പ് വിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഓവർ ഫുഡ് കഴിക്കുമ്പോൾ, ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, ഓവർ ഫുഡ് എനിക്കങ്ങനെ വരുന്നത്. ഓവർ ഫുഡ് കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ടയേർഡാവും. അപ്പോൾ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഓവർ ഫുഡ് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനിയും ഞാൻ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി കുറച്ച് നേരം ഇരിക്കണം. പിന്നെ വൈകിട്ട് അമ്പലത്തിൽ പോകണം. പിന്നെ ചെറുതായിട്ടൊന്ന് ടൗൺ വരെയും പോകണം. അപ്പം അത്രേ ഉള്ളൂ. ഇനി ഞാൻ പോയി കഴിക്കട്ടെ. ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. കോവയ്ക്ക, ബീട്രൂട്ട്, പപ്പടം, ചമ്മന്തി, മാങ്ങാക്കറി. പിന്നെ എനിക്ക് ഈ സാധനം ഇല്ലാതെ പറ്റത്തില്ല, മോര്. കാരണം എനിക്ക് ഒഴിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണം. സോ ഇന്ന് ഫുൾ വെജ് ചോറ്. ഇന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ അരിയാഹാരം ഇതാണ്, ചോറ് മാത്രമേ കഴിക്കുന്നുള്ളൂ. അപ്പം എന്തായാലും ഞാൻ പോയി കഴിക്കട്ടെ.
ഗൈസ് ഇപ്പോൾ സമയം ഒരു 4 മണിയായിട്ടുണ്ട്. ഞാൻ 4 മണിക്കൊരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഒരു ചായയൊക്കെ കുടിച്ച് എനിക്ക് കുറച്ച് എഡിറ്റിംഗ് ഉണ്ട്, കുറച്ച് എഡിറ്റ് ചെയ്തിട്ട് ബാക്കി ഇനിയിപ്പോൾ അമ്പലത്തിൽ പോകണം. അപ്പോൾ ഫ്രഷായി ഒരു വീഡിയോ എടുത്ത് അമ്പലത്തിൽ പോയി ബാക്കി ഞാനെല്ലാം നിങ്ങളെ കാണിക്കാം. ഞാൻ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഡിപ്പെൻഡ്സ് ഓൺ ഡ്രസ്സ്. കാരണം എനിക്ക് മൂഡും എൻ്റെ ഡ്രസ്സും പോലെ ഇരിക്കും ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണോ വേണ്ടയോ എന്നുള്ളത്. ചിലപ്പോൾ മേ ബി അൺറെഡി വിത്ത് മീ ആയിരിക്കും. ഞാൻ എന്തായാലും നോക്കാം. അപ്പം ഞാൻ ഒരു ചായയൊക്കെ കുടിച്ച് ബാക്കി സെറ്റാക്കാം. ഇനിയിപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ബാക്കി ഇരിക്കണം. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, എന്തൊരു പഠിത്തമാണ്, ഫുൾ ടൈം ഇരിക്കുവാണല്ലോ എന്ന്. ഇപ്പോഴാണ് ഇരിക്കുന്നത്. കാരണം നമ്മളെപ്പോഴും ഈ ലാസ്റ്റ് ടൈമിലെ പഠിത്തക്കാരായിരുന്നല്ലോ. അപ്പം ഇപ്പോഴാണ് ഇരിക്കുന്നത്. അതും കണ്ടിന്യൂസ് ഒന്നുമല്ല, ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് പോകുന്നുണ്ട്. എന്നാലും പഠിച്ചല്ലേ പറ്റത്തുള്ളൂ. അപ്പം എന്തായാലും നോക്കാം, വെയിറ്റ് ചെയ്യാം. ഞാൻ പോയി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വരാം. ചായ കുടിച്ച് ബാക്കി എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എൻ്റെ ചായ സെറ്റായിട്ടുണ്ട്. ഞാൻ ഇനി ഇപ്പോൾ 4:30 കഴിഞ്ഞു. ഞാൻ ഇടയ്ക്ക് അമ്മയുടെ അടുത്തൊക്കെ ഒന്ന് പോയി ഒന്ന് സംസാരിച്ചു. അപ്പം 4:30 ആയി. ഇനിയും കുറച്ച് എഡിറ്റിംഗ് വർക്കാണുള്ളത്. എഡിറ്റിങ്ങിന് എനിക്ക് ഈ ഫോണിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ലാപ്പൊക്കെ സെറ്റ് ചെയ്യാൻ പോവാണ്. കുറച്ചധികം എഡിറ്റ് ചെയ്യാനുണ്ട്. കാരണം കുറേ പെൻഡിങ് ആയിട്ട് ഞാൻ വീഡിയോസ് എടുത്തിട്ടിട്ട് അപ്ലോഡ് ചെയ്യാതെ കുറേ കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരു 30 മിനിറ്റ്സിൽ എനിക്ക് കുറച്ച് സംഭവങ്ങൾ സെറ്റാക്കാനുണ്ട്. ഇനി 30 മിനിറ്റ്സ് കൂടെ ഉള്ളൂ. അതിനുള്ളിൽ എനിക്ക് കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉടനെ ഇടാം. അപ്പം എന്താണേലും ഞാൻ ഇനിയും വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഫ്രഷായി കുളിച്ച് ഒന്നുകൂടി ഒന്ന് ഫ്രഷായി മെയിലൊക്കെ കഴുകിയിട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയാവും. അപ്പം നമുക്കിനി ബാക്കി വിശേഷങ്ങളാണ്. അപ്പോൾ ഗൈസ്, അതിസാഹസികമായി ഈ വീഡിയോ ക്ലിപ്പിൻ്റെ ഓഡിയോ എവിടെയോ നഷ്ടപ്പെട്ടു, എനിക്കറിയത്തില്ല. എന്തായാലും ഞാനിത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന് വീഡിയോ മാത്രമേ ഉള്ളൂ, ഓഡിയോ ഇല്ല. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഡ്രസ്സ് കാണിച്ചു തരുവാണ്. ഞാൻ ഒത്തിരി ലേറ്റായി എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നുണ്ട്. ഞാൻ ഒത്തിരി ലേറ്റായി. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഏകദേശം 6 മണിയോളമായി. നല്ലപോലെ ലേറ്റായിട്ടാണ് ഇറങ്ങി. 5 മണി 5:30 കഴിയുമ്പോൾ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ 6:30 അപ്പോൾ എന്തായാലും സമയമില്ല, തീരെ സമയമില്ല. ഞങ്ങൾ എന്തായാലും പോവാണ് എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഗൈസ്. 8ൻ്റെ പണി എന്ന് കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ വലിയ കാര്യത്തിന് ഇറങ്ങി ഐശ്വര്യമായിട്ട് വണ്ടി ഒന്ന് പണി തന്നു. വണ്ടി വഴി വെച്ച് സ്റ്റാർട്ടാവുന്നില്ല. അത് കഴിഞ്ഞാൽ ഇങ്ങനെ വലിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞ അമ്മ എന്തോ ഒരു പ്രശ്നമുണ്ട്, വണ്ടിയിൽ നിന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞ് വണ്ടി നിർത്തി. പിന്നെ അങ്ങോട്ട് സ്റ്റാർട്ടായിട്ടേ ഇല്ല. ഞങ്ങളുടെ എന്തോ ഒരു ദൈവഭാഗ്യത്തിന് തൊട്ടടുത്ത് ഒരു വർക്ക്ഷോപ്പുണ്ട്. അപ്പോൾ പുള്ളിയുടെ കടയിലോട്ട് ഒരു ആളൂടെ വന്നിട്ട് വണ്ടി എടുത്ത്. അപ്പോൾ ഞങ്ങൾ അവരുടെ കടയിലോട്ട് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുക. ഇവിടുന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളതെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. എന്തായാലും നല്ല ഐശ്വര്യമായിട്ട് നടക്കാൻ ഒരു യോഗം കിട്ടി. എന്തായാലും നടക്കാം. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം പ്രശ്നമെല്ലാം ഉണ്ടെങ്കിൽ ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നില്ല എന്നാണ് തീരുമാനിച്ചത്. അടുത്തുള്ള അമ്പലത്തിൽ പോയി തൊഴുതിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. എന്തായാലും നോക്കാം. പാടവരമ്പത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാമെന്ന് വിചാരിച്ചു. താഴെ കപ്പ. എന്തായാലും ഒരു കണക്കിന് വണ്ടി കംപ്ലൈൻ്റ് ആയ നന്നായി. നല്ല കാറ്റ്. ഇത് കുട്ടനാട് സൈഡാണ്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുതുതായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന കൊറ്റിയൊക്കെ പറന്നു പോകുന്നു. വൈശുംഭാഗം റൂട്ടാണ്. ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകുമ്പോൾ ചെല്ലുന്നത് എസങ്കവല ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ NH ഹൈവേയിലോട്ട് ചെല്ലും. അല്ല ഞാനോ അങ്ങനെ വണ്ടിയൊക്കെ ശരിയാക്കി. ആദ്യമേ ഞാൻ സ്ഥിരം വന്നുകൊണ്ടിരുന്ന എൻ്റെ അറുപകാട് അമ്പലത്തിൽ ഞാൻ ഇട്ടിരിക്കുകയാണ്. കൈ പറയാമേ. നേരത്തെ നമ്മൾ അടിച്ച് നിൽക്കുമായിരുന്നു. പിന്നെ വീഡിയോ ആയതുകൊണ്ടൊന്നും ഒരു എക്സ്പ്രഷനും കാണിക്കാൻ ഞാൻ വണ്ടി നിന്ന് പോയപ്പോൾ. അപ്പം വണ്ടി നന്നാക്കിയപ്പോഴത്തേക്കും പുള്ളിക്കാരൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പൊക്കോളാം, പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്തായാലും നടക്കാൻ തുടങ്ങി. അമ്പലത്തിലെത്തി കാണിച്ചു തരാം. ഇതാണ് അറുപകാട് അമ്പലത്തിൻ്റെ എൻട്രൻസ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ ഉത്സവം നടക്കാൻ പോകാമെന്ന് തോന്നുന്നു. ഒരു കൊടിയെല്ലാം കെട്ടി സെറ്റാക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ.
പകുതി ആയുള്ളൂ, പകുതി ആയുള്ളൂ. പക്ഷെ നല്ല രസമുണ്ട്. കാരണം സാധാരണ ചെയ്യുന്നതിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ ചുമ്മാ തോരണം കിട്ടുക, പക്ഷേ ഇത്തവണ നല്ല ഭംഗിയുണ്ട്, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അമ്പലത്തിലൊക്കെ കയറാൻ പോവാണ്. ഇവിടെയും കയറണം, വേറൊരു അമ്പലത്തിലൂടെ കയറണം. അത് കഴിഞ്ഞിട്ട് ബാക്കി സെറ്റാക്കാം. ഇതേ വീഡിയോ എടുക്കുന്ന അമ്മ. കൊച്ചു കരയുന്ന സൗണ്ട്. ഒരു ലൈനെ വിളക്കത്തിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. ഓക്കെ, ബാക്കി നമുക്ക് തൊഴാൻ പോകാം. ഇനിയും നേരെ കളർകോട് ശിവക്ഷേത്രം അല്ലായിരുന്നു കേട്ടോ, ഇത് ദേവീക്ഷേത്രം അല്ലേ അമ്മേ? അപ്പം ഇനി അങ്ങോട്ട് പോകണം ശിവക്ഷേത്രത്തിലോട്ട്. ഇവിടെ ചെറിയൊരു ശിവൻ്റെ പ്രതിഷ്ഠ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ ഉത്സവം തുടങ്ങാൻ പോവാം. അതുകൊണ്ട് കുറച്ച് ആളും കാര്യങ്ങളും ഇല്ല, അല്ലേ ഇവിടെ നിറയെ ആളുണ്ട്. അപ്പം ഇനിയും ശിവക്ഷേത്രത്തിലോട്ട് പോകാം, കളർകോട്. ഓക്കെ, ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടിലും ഒത്തിരി ലേറ്റായി. എനിക്കിനി അവിടെ ചെന്നിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ നോക്കേണ്ടതാണ്. കാരണം ഇന്ന് നൈറ്റ് മൊത്തം ഇരിക്കണം, അതാണല്ലോ ശിവരാത്രി, ഉറങ്ങാതിരിക്കണം. അപ്പം എന്തായാലും നോക്കാം. ഞാനെന്തായാലും ദേ പോവാണ്, കളർകോട് അമ്പലത്തിലോട്ട് പോവാം. നിറയെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ നിറയെ ആൾക്കാർ. ഇവിടെ ഒരു ഇഞ്ച് സ്ഥലം പോലും ഇല്ല കാലുകുത്താൻ, അതുപോണക്ക് ആൾക്കാരാണ്. ഇത് പുറത്താണ്, അമ്പലം പോലും ആയില്ല, പുറത്തെ സൈഡാണ്. ഓക്കെ, ഇനിയും ഞങ്ങൾ കയറി തൊഴട്ടെ. ഞാനിവിടെ ഫോണും പിടിച്ചുകൊണ്ടിരിക്കുന്ന അത്ര സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ കയറി തൊഴാൻ പോവാം. ശ്രീലക്ഷ്മി മോഹൻ പാർവതി ഐശ്വര്യ അപ്പം ഞാൻ എത്തിയിട്ടുണ്ട്. കുറച്ചധികം സ്ട്രഗിളായിപ്പോയി, കാരണം വണ്ടി ഒന്ന് പണി തന്നതുകൊണ്ട് തന്നെ വന്നപ്പോൾ ലേറ്റായി. അതുമാത്രമല്ല, ഇന്ന് ഞാൻ 2 മണിക്കൂർ ലേറ്റാണ്, കാരണം വണ്ടിയുടെ പ്രശ്നം വന്നു. പിന്നെ അമ്പലത്തിലൊക്കെ പോയിട്ട് പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നപ്പോഴത്തേക്കും ലേറ്റായി. ഇനിയിപ്പം എനിക്ക് പഠിക്കണം, ഞാൻ ഫ്രഷായിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഓർത്തു ഇനി ജസ്റ്റ് ഡ്രസ്സൊന്ന് മാറിയിട്ട് മേക്കപ്പൊക്കെ പിന്നെ റിമൂവ് ചെയ്യാൻ, ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നേ. കാരണം 12 മണി വരെ എന്തായാലും ഉപവാസം ഇരിക്കണം. ഞാൻ ശരിക്കും ഫുൾ ഡേ ഒന്നും ഫുഡ് കഴിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ എക്സാമും കൂടെ ആയതുകൊണ്ട് പണി കിട്ടിക്കഴിഞ്ഞാലോ എന്ന് ഓർത്തിട്ട് ഞാൻ സൈഡിൽ കമ്പ്യൂട്ടർ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, സൈഡിൽ പണി കിട്ടിയാലോ എന്ന് ഓർത്തിട്ട് ഞാൻ വിചാരിച്ചു ഫുൾ ഡേ ഇരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു നേരം അരിയാഹാരം മാത്രം കഴിച്ച് രാവിലെ ഞാൻ ഇവിടെ അപ്പവും കടലയായിരുന്നു, അപ്പോൾ കടലക്കറി മാത്രം ഒരു ബൗളിൽ കുറച്ച് ഷേക്കും പിന്നെ ഫുൾ വെള്ളമായിരുന്നു. നിങ്ങൾ കണ്ടു കാണും, ഫുൾ വെള്ളമായിരുന്നു ഞാൻ കുടിച്ചത്. നൈറ്റ് ഒന്നും കഴിക്കുന്നില്ല. നൈറ്റ് ഇനിയിപ്പം ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചാണ്, ഇനിയിപ്പോൾ രാത്രി മൊത്തം ഫുൾ ഡേ ഇരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു, ഒന്നും കഴിക്കാതെ. ഇനി രാത്രി ഉപവാസമൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇനിയും ഞാൻ കുറച്ച് നേരം ഇരുന്ന് പഠിക്കട്ടെ. ഇപ്പം തന്നെ 10 മണിയായി, കുറച്ച് നേരം ഇരിക്കണം. കുറച്ച് നേരം ഇരുന്ന് പഠിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണാം. ഞാനൊന്ന് പോയി ഡ്രസ്സ് മാറട്ടെ.
ഉറങ്ങാൻ പോവാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ടയർഡ്. എനിക്കൊന്ന് പുറത്ത് പോയതുകൊണ്ടാണ് തോന്നുന്നത്. പിന്നെ ഫുഡ് കഴിക്കാത്തത് കൊണ്ടും എനിക്കൊരു ടയേർഡ് ഫീലിംഗ് ഉണ്ട്. അപ്പം ഞാൻ ഫുഡ് കഴിച്ച് ഒരു ഇത് അവസാനിപ്പിച്ച് കിടന്നുറങ്ങാൻ പോവാണ്. ഞാനിനി കൂടുതൽ വീഡിയോ കാണിക്കുന്നൊന്നുമില്ല. ഞാൻ നേരെ പോയി മുഖമൊക്കെ കഴുകി ഫ്രഷായിട്ട് ഞാൻ നേരെ പോയി കിടക്കാൻ പോവാണ്. അപ്പം ഇതുവരെ കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. പിന്നെ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗിവ് അവേ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഓൾറെഡി റീലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് കൊടുക്കാം ഈ റീല്. ദാറ്റ് മീൻസ് ഇൻസ്റ്റയിൽ റീലായിട്ട് ഇട്ടിട്ടുണ്ട്, യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ലാസ്റ്റ് ആയതുകൊണ്ട് ക്ഷീണിച്ചിരിക്കുന്നത് കൊണ്ടാണ് സൗണ്ടൊന്നും അധികം വരാത്തത്. അപ്പം ഇതുവരെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.